പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഇന്ന് യേശുദേവന്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ച് ഓശാന ഞായർ ആചരിച്ചു. ഇരവികുളം ദേശീയോദ്യാനത്തിലെ അനധികൃത നിയമനങ്ങളും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഈ മാസം 19-ന് ഇരവികുളം ദേശീയോദ്യാനം ഉപരോധിക്കും. അടിമാലിയിൽ വ്യാപാരിയെ വെട്ടിലാക്കിയുള്ള കേരള ബാങ്കിന്റെ ജപ്തി നടപടിയിൽ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഇന്ന് യേശുദേവന്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ച് ഓശാന ഞായർ ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല വിതരണവും പ്രദക്ഷിണവും നടന്നു. രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിൽ ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, സഹവികാരിമാരായ ഫാദർ സെബാസ്റ്റ്യൻ മച്ചുകാട്ട്, ഫാദർ ബിനിൽ പരുത്തിക്കാട്ട്, ഡീക്കൻ കിഷോർ കൊടിയംകുന്നേൽ എന്നിവർ നേതൃത്വം നൽകി. യേശുദേവന്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ച് വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആചരിച്ചു. ജെറുസലേം നഗരിലേക്ക് കഴുതപ്പുറത്ത് യേശുദേവൻ കടന്നു ചെല്ലുമ്പോൾ നഗരവാസികൾ ഒലിവിലകളുമായി സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓശാന തിരുനാൾ. കുരുത്തോലകളുമായാണ് വിശ്വാസികൾ ഈ ദിനം ചടങ്ങുകളിൽ പങ്കെടുക്കുക. ഓശാന ഞായറിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾ നടന്നു. രക്ഷിക്കണമേ എന്നാണ് റോമാനഗരത്തില് ഭരണാധികാരികളുടെ അനീതിയും അക്രമവും ക്രൂരവും നിറഞ്ഞ ഭരണത്തിന് കീഴിൽ ഉറങ്ങി ചെയ്യുന്ന ഒരു കൂട്ടം ജനത. അവരുടെ നിരന്തരമായ നിരവധികളുടെ ഉത്തരമാണ് ക്രിസ്തുവിന്റെ ജെറുസലേമിലേക്കുള്ള പ്രവേശനം. രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിൽ ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങൾ ഗ്രൊട്ടോയിൽ ആരംഭിച്ച് കുരുത്തോല വെഞ്ചരിച്ച് വിതരണം ചെയ്തു. തുടർന്ന് കൽക്കുരിശ് ചുറ്റി കുരുത്തോല പ്രദക്ഷിണം പള്ളിയിലെത്തിയ ശേഷം വിശുദ്ധ കുർബാനയർപ്പണം നടത്തി. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, സഹവികാരിമാരായ ഫാദർ സെബാസ്റ്റ്യൻ മച്ചുകാട്ട്, ഫാദർ ബിനിൽ പരുത്തിക്കാട്ട്, ഡീക്കൻ കിഷോർ കൊടിയംകുന്നേൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ അനധികൃത നിയമനങ്ങളും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഈ മാസം 19-ന് ഇരവികുളം ദേശീയോദ്യാനം ഉപരോധിക്കും.
കോടികൾ വരുമാനമുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ക്രമക്കേട് നടത്തുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സമര പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ അനധികൃത നിയമനങ്ങളും അഴിമതിയും നടക്കുന്നുവെന്നാണ് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആരോപണം. കോടികൾ വരുമാനമുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ക്രമക്കേട് നടത്തുന്നു. ദേശീയോദ്യാനത്തിൽപ്പെട്ട രാജമലയിലും ലക്കത്തും ഇടതുപക്ഷ പ്രവർത്തകരെ മാത്രമാണ് ജോലിക്കായി നിയമിക്കുന്നത്. രാജമലയിൽ പാർട്ടി ഗ്രാമം ഉണ്ടാക്കാൻ ശ്രമം നടക്കുകയാണ്. ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയാണ് ഈ മാസം 19-ന് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഇരവികുളം ദേശീയോദ്യാനം ഉപരോധിക്കാൻ ഒരുങ്ങുന്നത്. വനവകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രാജമല, അതുപോലെ തന്നെ ലക്കം, വാട്ടർഫോൾസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ സന്ദർശകരായിട്ട് എത്തുന്നത്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വരുന്ന വിനോദസഞ്ചാരികൾക്ക് മെച്ചപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ പാർക്കിംഗ് സൗകര്യം, ഏറ്റവും പ്രധാനമായിട്ട് ഉടുമല മൂന്നാർ അന്തർസംസ്ഥാന പാതയിൽ ദിവസേന തിരക്കുകൾ വർദ്ധിപ്പിച്ചു വരുന്നതുകൊണ്ട് ഗതാഗതക്കുരുക്ക് ഉണ്ടാകുകയും അതിൽ ആളുകൾ മരണപ്പെടുക വരെ ചെയ്തിട്ട് പോലും വനവകുപ്പിന്റെ ഭാഗത്തിൽ നിന്ന് പാർക്കിംഗ് സൗകര്യത്തിന് യാതൊരു വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്താതെയാണ് ഈ സീസൺ തുടങ്ങിയിരിക്കുന്നത്. പാർക്കിംഗ് ഇല്ലാത്തതുമൂലം മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലാണ് സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇത് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. രാജമലയിൽ പ്രധാന റോഡിൽ ഇനി മുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ലെന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ തടയുമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 19-ന് ഉച്ചകഴിഞ്ഞ് 2-ന് സമരം നടക്കുമെന്നും DCC ജനറൽ സെക്രട്ടറി G. മുനിയാണ്ടി, ബ്ലോക്ക് പ്രസിഡന്റ് S. വിജയകുമാർ, വൈസ് പ്രസിഡന്റ് A. ആൻഡ്രൂസ്, മണ്ഡലം പ്രസിഡന്റ് C. നെൽസൺ എന്നിവർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ. അടിമാലിയിൽ വ്യാപാരിയെ വെട്ടിലാക്കിയുള്ള കേരള ബാങ്കിന്റെ ജപ്തി നടപടിയിൽ പ്രതിഷേധം. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കേരള ബാങ്കിന്റെ അടിമാലി ശാഖയ്ക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബാങ്കിന്റെ നടപടി കടുത്ത അന്യായമാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി പറഞ്ഞു. അടിമാലി ടൗണിൽ സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് അക്ബർ ബനാന മർച്ചന്റ് എന്ന വാഴക്കുലകളുടെ മൊത്തവ്യാപാര സ്ഥാപനത്തിലാണ് കേരള ബാങ്ക് ജപ്തി നടപടികളുമായി എത്തിയത്. കടയ്ക്കുള്ളിലെ സ്റ്റോക്ക് പോലും നീക്കാൻ അവസരം നൽകാതെ പോലീസ് സംരക്ഷണത്തിൽ ബാങ്ക് അധികൃതർ സ്ഥാപനം പൂട്ടി വസ്തു വിൽപ്പനയ്ക്കെന്ന ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. ബാങ്കിന്റെ ഈ നടപടിക്കെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. സംഘടനയുടെ നേതൃത്വത്തിൽ കേരള ബാങ്കിന്റെ അടിമാലി ശാഖയ്ക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബാങ്കിന്റെ നടപടി കടുത്ത അന്യായമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി പറഞ്ഞു. ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ വിധിയാണ്, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ സ്റ്റേ ആണ് ഇവർ ലംഘിച്ചിരിക്കുന്നത്. ഹൈക്കോടതി മെയ് 26 വരെ സ്റ്റേ ചെയ്തിരിക്കുന്ന ഒരു ജപ്തി നടപടിയാണ് ഇവരിവിടെ CJM കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്തോ കമ്മീഷൻ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാക്കിയിരിക്കുന്നത്. ഇത് വളരെ കടുത്ത അന്യായമാണ്. വ്യാപാര വ്യവസായ മേഖലകളുടെ വ്യാപാരികളുടെ ലക്ഷക്കണക്കിന് വ്യാപാരികളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ലോണും അവരുടെ ഡെപ്പോസിറ്റും എല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് കേരള ബാങ്ക് പ്രവർത്തിക്കുന്നത്. പ്രതിഷേധ സമരത്തിൽ സംഘടന അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം ഡയസ് ജോസ്, ജനറൽ സെക്രട്ടറി സാൻഡി മാത്യു, S. കിഷോർ എന്നിവർ സംസാരിച്ചു. ബാങ്കിന്റേത് കിരാത നടപടിയാണെന്ന് യോഗത്തിൽ സംസാരിച്ചവർ ആരോപിച്ചു. ജപ്തിയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ലെന്നും കടയ്ക്കുള്ളിലെ സ്റ്റോക്ക് പോലും നീക്കാൻ അവസരം നൽകാതെയാണ് ബാങ്ക് അധികൃതർ സ്ഥാപനം പൂട്ടിയതെന്നുമുള്ള ആക്ഷേപം സ്ഥാപന ഉടമയും മുമ്പോട്ട് വയ്ക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി. രാജക്കാട് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രചാരണ ദിനവും ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു. രാജക്കാട് NSS കരയോഗം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി രാജക്കാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ ആഹ്വാനപ്രകാരം രാജാക്കാട് 2123 നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രചരണ ദിനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കരയോഗം ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാജാക്കാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗിക്കുന്നതിന് ആണില്ല പെണ്ണില്ല. നമ്മളിവിടെ യുവാക്കൾ 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 എന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടത്.
യുവാക്കളിൽ യുവതികളും ഒട്ടും പിന്നിലല്ല. അതിലൊരു പ്രധാന കാരണം ഞാൻ അതിന്റെ ഒരു IPC വശത്തെ കുറിച്ചോ അതിന്റെ കുറ്റകൃത്യത്തിന്റെ ഒരു വശത്തെ കുറിച്ചല്ല ഞാൻ ഇവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് വർഷങ്ങളായി നമ്മുടെ ജീവിതത്തിന് നേരിട്ട ഒരു ആഘാതം. ഇവിടെ ഇങ്ങനെ കുറച്ചൊരു 30 കഴിഞ്ഞവരൊക്കെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്കാലമാണ്. ആ ബുദ്ധിമുട്ടുള്ള കുട്ടിക്കാലത്തിന് കാരണം അന്നത്തെ നമ്മുടെ ചുറ്റുപാട് അത്രയൊന്നും വികസിച്ചിട്ടില്ല. രാജാക്കാട് സ്റ്റേഷൻ CPO ഷിബു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കേരളത്തിലെ 6000 കരയോഗങ്ങളിലും 60 യൂണിറ്റുകളിലും ഒരേ സമയത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. കരയോഗം പ്രസിഡന്റ് PB മുരളീധരൻ നായരാണ് അധ്യക്ഷത വഹിച്ചത്. കരയോഗം സെക്രട്ടറിയും ആധ്യാത്മിക പഠനകേന്ദ്രം ഹൈറേഞ്ച് യൂണിയൻ കോർഡിനേറ്ററുമായ അനിൽകുമാർ മഠത്തിനകത്ത് സ്വാഗതം പറഞ്ഞു. KP രാജഗോപാലൻ, K സുനിൽ, R ബാലൻപിള്ള, MG സുരേഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. വർണ്ണക്കൂടാരം പദ്ധതിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൈമറി വിഭാഗത്തിനായി സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായുള്ള വർണ്ണക്കൂടാരം പദ്ധതിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ്, രക്ഷാധികാരിയും സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ കൺവീനറുമായ സംഘടനാ സമിതിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി പാലക്കാട് തുടങ്ങിയവർ അംഗങ്ങളാണ്. പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ മാനസിക ഉല്ലാസത്തിനും സ്വഭാവ രൂപീകരണത്തിനും സർഗവാസനകൾ തിരിച്ചറിഞ്ഞ് അതിനെ വളർത്തുന്നതിനും സ്കൂളിൽ സ്ഥാപിക്കുന്ന വർണ്ണകൂടാരം പദ്ധതിയിലൂടെ 13 ഇടങ്ങളിലായി സാധിക്കും. ചടങ്ങിൽ SMC ചെയർമാൻ റോയി പാലക്കാട്ട്, വാർഡ് മെമ്പർ വീണ അനൂപ്, PTA പ്രസിഡന്റ് N സുഭാഷ്, MBTA പ്രസിഡന്റ് ഷിജി ജെയിംസ്, BRC മെമ്പർ അശ്വതി ധനീഷ്, അജിമോൻ കാട്ടുമന, ജേക്കബ് മച്ചാനിക്കൽ, അഡ്വക്കേറ്റ് നിഷാമോൾ, ഹെഡ് മിസ്ട്രസ് രേഖ റാണി, സീനിയർ അസിസ്റ്റന്റ് സിന്ധു ഗോപാലൻ, സിജി തോമസ്, പ്രീ പ്രൈമറി വിഭാഗം അധ്യാപകരായ ഫിലോമിന, അഞ്ജു, പ്രീ പ്രൈമറി വിഭാഗം PTA മെമ്പർ ഗിരീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. Admission started. Montfort Valley School, Murikundoti. Registration for the academic year 2025-26. Classes pre-KG to 9th and +1. For more inquiries, contact the landline 04868 247 421. Mobile 94469 66421. വീണ്ടും വാർത്തകളിലേക്ക്. മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിവിവാദത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. തന്റെ മുൻപിൽ വെച്ച് രാജിക്കത്തിൽ ഒപ്പിടണമെന്ന കാര്യം മറച്ചുവെച്ചാണ് സെക്രട്ടറി രാജി സ്വീകരിച്ചതായുള്ള രസീത് നൽകിയതെന്നും ഓഫീസ് സമയം കഴിഞ്ഞ് വൈകിട്ട് 6-നാണ് രാജിക്കത്തിൽ താൻ ഒപ്പിട്ടിട്ടില്ലെന്നുള്ള പ്രസിഡന്റിന്റെ പരാതി സെക്രട്ടറി സ്വീകരിച്ചതുമെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയം രാഷ്ട്രീയ വിവാദമായി മുമ്പോട്ടു പോകവെയാണ് വിഷയത്തിൽ മറ്റൊരാരോപണവും പ്രതിരോധവുമായി മൂന്നാറിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത്. പ്രസിഡന്റിന്റെ രാജിവിവാദത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന ആരോപണമാണ് കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നത്. തന്റെ മുൻപിൽ വെച്ച് രാജിക്കത്തിൽ ഒപ്പിടണമെന്ന കാര്യം മറച്ചുവെച്ചാണ് സെക്രട്ടറി രാജി സ്വീകരിച്ചതായുള്ള രസീത് നൽകിയതെന്നും ഓഫീസ് സമയം കഴിഞ്ഞ് വൈകിട്ട് 6-നാണ് രാജിക്കത്തിൽ താൻ ഒപ്പിട്ടിട്ടില്ലെന്നുള്ള പ്രസിഡന്റിന്റെ പരാതി സെക്രട്ടറി സ്വീകരിച്ചതെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം.
അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്തു. അതിനുശേഷം നടന്ന നാടകമാണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാറ്. അതിനുശേഷം ഈ നാട്ടിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി 4/26 അവർ പോയതിന് ശേഷം ഇതിനകത്ത് ഉള്ള നിയമപ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായ ശ്രീ മനീഷ് എന്ന് പറയുന്നയാൾ സെക്രട്ടറിയെ തെറ്റിദ്ധരിപ്പിച്ച് സെക്രട്ടറിയും വശത്താക്കിക്കൊണ്ട് ഈ പോയ ആളെ വിളിച്ച് 6 മണിക്ക് ശേഷം ഇങ്ങനെ ഒരു പരാതി തയ്യാറാക്കി മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭീഷണിപ്പെടുത്തി, നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയതായി ആ കത്തിൽ പറയുകയും പ്രസിഡന്റിന്റെ രാജി സംബന്ധിച്ച വിധി എതിരാണെങ്കിൽ തെളിവുകൾ സഹിതം കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് DCC ജനറൽ സെക്രട്ടറി G. മുനിയാണ്ടി, ബ്ലോക്ക് പ്രസിഡന്റ് S. വിജയകുമാർ, വൈസ് പ്രസിഡന്റ് A. ആൻഡ്രോസ്, മണ്ഡലം പ്രസിഡന്റ് C. നെൽസൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ. എഴുകുംവയൽ നിത്യസഹായമാത ദേവാലയത്തിൽ ഓശാന തിരുനാൾ. ഇടുക്കി രൂപതയുടെ നോമ്പുകാല തീർത്ഥാടന കേന്ദ്രമായ എഴുകുംവയൽ നിത്യസഹായമാത ദേവാലയ ഇടവകയിൽ ഓശാന തിരുനാളിൽ പങ്കെടുക്കുവാൻ ഇടവക ജനങ്ങൾ കൂടാതെ 100 കണക്കിന് വിശ്വാസികൾ എത്തിച്ചേർന്നു. ഇടവക വികാരി ഫാദർ തോമസ് വട്ടമല, ഫാദർ ലിബിൻ വെള്ളിയാന്തടം, ഫാദർ ആന്റണി പാലാപ്പുളിക്കൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഇടുക്കി രൂപതയുടെ നോമ്പുകാല തീർത്ഥാടന കേന്ദ്രമായ എഴുകുംവയൽ നിത്യസഹായ മാതാ ദേവാലയ ഇടവകയിൽ ഓശാന തിരുനാളിൽ പങ്കെടുക്കുവാൻ ഇടവക ജനങ്ങൾ കൂടാതെ 100 കണക്കിന് വിശ്വാസികൾ എത്തിച്ചേർന്നു. രാവിലെ 6 മണിക്ക് ആരംഭിച്ച തിരുകർമ്മങ്ങൾക്ക് ശേഷം വിശ്വാസികൾ കുരുത്തോലയുമേന്തി ഇടവക ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായി എത്തി ദിവ്യബലിയിൽ പങ്കെടുത്തു. ഇടവക വികാരി ഫാദർ തോമസ് വട്ടമല, ഫാദർ ലിബിൻ വെള്ളിയാന്തടം, ഫാദർ ആന്റണി പാലാപ്പുളിക്കൽ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. കുരിശുമലയിലെ തീർത്ഥാടക ദേവാലയത്തിൽ പതിവ് പോലെ ഇന്നും മല കയറുന്നതിനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ദുഃഖവെള്ളിയാഴ്ച കുരിശുമല ദേവാലയത്തിൽ അഭിവന്ദ്യ ഇടുക്കി രൂപത മെത്രാൻ മാർജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ നേതൃത്വത്തിൽ ദുഃഖവെള്ളിയുടെ തിരുകർമ്മങ്ങൾ കുരിശുമല ദേവാലയത്തിൽ നടക്കും. അന്ന് കട്ടപ്പനയിൽ നിന്നും രാവിലെ 5 മണി മുതലും നെടുങ്കണ്ടത്ത് നിന്നും രാവിലെ 7 മണി മുതലും കുരിശുമലയിലേക്ക് KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നതാണ്. സിറ്റി വിഷൻ, കട്ടപ്പന. 9 ഏക്കറിൽ 4 അംഗ കുടുംബത്തിനെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിൽ ഉപ്പുതറയിൽ DYFI ഓട്ടോ ടാക്സി യൂണിയൻ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. CPIM ലോക്കൽ സെക്രട്ടറി K. കലേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 9 ഏക്കറിൽ 4 അംഗ കുടുംബത്തിനെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിൽ കല്ലട ജനറൽ ഫിനാൻസ് ഉടമയ്ക്കെതിരെയും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ജീവനക്കാർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഉപ്പുതറയിൽ DYFIയുടെയും ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി K. കലേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിരന്തരം ആ കുടുംബത്തോട് ഭീഷണി മുഴക്കുകയും നിരന്തരം വീടുകളിൽ ചെന്ന് പണം ചോദിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സജീവിൻ്റെ കുടുംബവും കഴിഞ്ഞ ദിവസവും നമ്മുടെ നാടിനെ നടുക്കിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. CITU നേതാക്കളായ CD ക്രിസ്റ്റി, പ്രസാദ് CK, DYFI ബ്ലോക്ക് പ്രസിഡന്റ് അഫ്സൽ മുഹമ്മദ്, എബിൻ, PV വിജേഷ്, അഖിലേഷ് നായർ, സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഉപ്പുതറ. 4 മാസമായി ശമ്പളം ലഭിക്കാത്തതിൽ പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റിനെതിരെ തൊഴിലാളികൾ വിവിധ എസ്റ്റേറ്റ് ഡിവിഷനുകളിൽ പന്തംകുളത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഗ്രാമ്പി എസ്റ്റേറ്റിൽ നടന്ന സമരം INTUC പീരിമേഡ് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് KS സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരും തൊഴിലാളി പാർട്ടി നേതാവായ പീരിമേഡ് MLAയും പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന് ഒത്താശ ചെയ്യുകയാണെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KS സിദ്ദിഖ് പറഞ്ഞു. RBT കമ്പനി പീരുമേട്ടിലെ തേയിലത്തോട്ടങ്ങൾ ഉപേക്ഷിച്ചു പോയ സാഹചര്യത്തിൽ പോപ്സ് കമ്പനി തോട്ടങ്ങൾ ഏറ്റെടുത്തതോടുകൂടി ഏറെ പ്രതീക്ഷകളുടെ നിറവിലായിരുന്നു തോട്ടം തൊഴിലാളികൾ. എന്നാൽ ജീവിതമാർഗമായ കൊളുന്ത് കിട്ടാശമ്പളത്തിൻ്റെ കൂടയിലേക്കാണ് തങ്ങൾ നുള്ളിയിടുന്നതെന്ന് ഇവർ അറിഞ്ഞതുമില്ല. ശമ്പളം ലഭിക്കാതെ 2 മാസം കൂടി പിന്നിടുമ്പോൾ പട്ടിണിയുടെ അരവർഷമാണ് പോപ്സ് മാനേജ്മെന്റ് തൊഴിലാളികൾക്ക് നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് INTUC KPW യൂണിയനുകളുടെ നേതൃത്വത്തിൽ പോപ്സ് എസ്റ്റേറ്റ് വക വിവിധ തേയിലത്തോട്ടങ്ങളിൽ പന്തം കൊളുത്തി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്.
വണ്ടിപ്പെരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റിൽ നടന്ന പന്തംകൊളുത്തി പ്രതിഷേധ സമരത്തിൽ പട്ടിണിയുടെ മുദ്രാവാക്യമാണ് ഉയർന്നത്. കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ല, ചെലവ് കാശ് കൊടുക്കുന്നില്ല. 10-ാം തീയതി കൊടുത്തുകൊണ്ടിരുന്ന മീതി അത് 15-ാം തീയതി, 20-ാം തീയതി, 25-ാം തീയതി ആയിട്ടും ഇപ്പോൾ തൊഴിലാളികൾക്ക് 135 ദിവസത്തെ വേതനം ഒരു തൊഴിലാളികൾക്ക് കിട്ടാനുണ്ട്. INTUC പീരുമേട് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് KA സിദ്ദിഖ് പന്തംകൊളുത്തി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഭാരവാഹികളായ പ്രേംകുമാർ, ടെൻസിംഗ്, രാജൻ, മുത്തുകുമാർ തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. KPW യൂണിയന്റെ നേതൃത്വത്തിൽ പശുമല എസ്റ്റേറ്റിൽ നടന്ന സമരപരിപാടികൾക്ക് നേതാക്കളായ രാജൻ കൊടുവൻമാക്കൽ, PT വർഗീസ്, N മഹേഷ് എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഉപ്പുതറ. AASF ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. പ്രതിനിധി സമ്മേളനം AASF സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ നിർവഹിച്ചു. അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു AASF ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നത്. രാവിലെ പതാക ഉയർത്തലിന് ശേഷം പുഷ്പാർച്ചന, രക്തസാക്ഷി പ്രമേയം, പ്രസീഡിയം തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു. തുടർന്ന് അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. പ്രതിനിധി സമ്മേളനം AISF സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിലെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ചർച്ച ചെയ്യുന്നതിനും സംസ്ഥാന സമ്മേളനത്തിലേക്ക് നാം കടക്കുമ്പോൾ വരുന്ന ഒരു സമ്മേളന കാലയളവിൽ ഈ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി സംഘടനയാക്കി AISFനെ എപ്രകാരം മാറ്റുവാൻ കഴിയുമെന്നതും ഉൾപ്പെടെയുള്ള CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, ജയ മധു, KM ഷാജി, P പളനിവേൽ, പ്രിൻസ് മാത്യു, അഡ്വക്കേറ്റ് VS അഭിലാഷ്, സുനിൽകുമാർ സുരേഷ്, ജിനുമോൾ വർഗീസ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ നിർവഹിച്ചു. കലാ, സാംസ്കാരിക, കായിക, കാർഷിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. സിറ്റി വിഷൻ അടിമാലി. പ്രധാന വാർത്തകൾ നോക്കാം ഒരിക്കൽ കൂടി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഇന്ന് യേശുദേവന്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ച് ഓശാന ഞായർ ആചരിച്ചു. ഇരവികുളം ദേശീയോദ്യാനത്തിലെ അനധികൃത നിയമനങ്ങളും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഈ മാസം 19-ന് ഇരവികുളം ദേശീയോദ്യാനം ഉപരോധിക്കും. അടിമാലിയിൽ വ്യാപാരിയെ വെട്ടിലാക്കിയുള്ള കേരള ബാങ്കിന്റെ ജപ്തി നടപടിയിൽ പ്രതിഷേധം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ, ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.